ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ. ഇതിന്റെ ഉള്ളിലെ സ്ലൈം നമ്മൾ നിറച്ചിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് സ്ലൈം ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് ഓൾറെഡി ഉണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. All of you, the incredibly talented, I would say, amazing creators. കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പവർ ഹൗസ് തന്നെയാണ്. ലൈഫ്സ്റ്റൈൽ ആൻഡ് ട്രാവൽ കണ്ടന്റ്. നല്ലൊരു കൈയടി. ഹലോ, ഞങ്ങളൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ സ്വാഗതം പറയാണ്ട്. ഓർഫിൻ വീഡിയോ എടുക്കണു, പിള്ളേരും ഇല്ല. അപ്പം ഇന്ന് യൂട്യൂബിൻ്റെ ക്രിയേറ്റേഴ്സ് കളക്റ്റീവാണ് മീറ്റപ്പാണ്. അപ്പം നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം പോവാണ്. ഒരാൾക്ക് എൻട്രി ഉള്ളൂ. ഒരു ചാനലിൽ നിന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ടെൻഷനാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട്. ഭയങ്കര എനിക്കങ്ങനെ ആരെയും അധികമൊന്നും പരിചയമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ചാനലിൽ കണ്ട് പരിചയമല്ലേ ഉള്ളൂ, നേരിട്ട് അങ്ങനെ ആരെയും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഭയങ്കര ഒരു ടെൻഷൻ, എന്താവും, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം വിശേഷങ്ങൾ വഴി പറയാം. ഞാൻ മോതിരം എടുത്തില്ല, ഞാൻ എടുത്തിട്ട് വരാം. എത്താനാവും തോറേ എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. പക്ഷെ എൻ്റെ മുഖമൊക്കെ തിളങ്ങണ സാറാ മേക്കപ്പ് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കർത്താവേ. നമ്മളെത്തിട്ടാ, അങ്ങനെ നമ്മളെത്തി കർത്താവേ. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് പേടിയായിട്ട് പാടില്ല. എന്തായാലും എത്തിപ്പോയി അല്ലേ. ഇത് സെലിൻ റെസിപ്പിയിലെ സെലിനാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരി കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യമേ പരിചയപ്പെട്ടു ആളെ. അത് ഭാഗ്യമായി. ഇതാണ് കേട്ടോ അതിൻ്റെ ഹാൾ. അപ്പം ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ കടന്നിരുന്നു. 11 മണിയോടുകൂടി നമ്മളുടെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സെലിൻ പിന്നെ അവളുടെ ഫാദറിനെ വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ പോയി ഒരു സീറ്റിലൊക്കെ ഇരുന്നു. അതിൻ്റെ അടുത്ത് ഒരു ഉമ്മച്ചിനെ പരിചയപ്പെട്ടു. ഹായ് മക്കളെ. All of you, the incredibly talented, I would say, amazing creators. കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പവർ ഹൗസ് തന്നെയാണ്. Ladies and gentlemen, let us welcome them. All of you make some noise. ഇവരെയും ശരണ്യനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക്. ഞാൻ ശരണ്യനെ നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ മാനേജറായിട്ടുള്ള ഒരു അതുൽ ബ്രോ ഉണ്ടായിരുന്നു. അതുൽ ബ്രോനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൻ്റെ നമ്മുടെ സിഇഒനെ കണ്ടപ്പോൾ ഒരു സന്തോഷമാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ KL ബ്രോ ബിജു ഉണ്ടായിരുന്നു. ശരിക്കും ആൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അവിടെ ഒന്ന് സംസാരിച്ചൊക്കെ എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അദ്ദേഹത്തെയും ഒന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പം ഏറ്റവും വില കൂടിയൊരു പ്ലേ ബട്ടണൊക്കെ സ്വന്തമാക്കിയേക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ കഥകളും ആ എക്സ്പീരിയൻസും എല്ലാം ആൾ നമ്മളോടൊക്കെ ഷെയർ ചെയ്തു കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ സ്ലൈം, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഞാനുണ്ടാക്കിയ ഒരു ഫ്രെയിം കേട്ടോ. സ്ലൈം വെച്ചിട്ട് നമ്മൾ തന്നെ അത് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാനങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് നിന്നപ്പോഴേക്കും ഈ നിൽക്കുന്ന ഫ്രണ്ട് വന്നിട്ട് എന്നോട് ഒന്ന് ചേച്ചി നമുക്കൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ എൻ്റെ ഈ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഈ ബ്ലൂ ഉടുത്തിട്ട കുട്ടിയുണ്ടല്ലോ, അത് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് കേട്ടോ. അതിനൊരു പ്രത്യേക സമ്മാനമൊക്കെ കൊടുത്തു. അതിനുശേഷം എനിക്ക് എല്ലാവരും ഇവിടെ വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. അതിനെയും ഒന്നും മര്യാദക്ക് എനിക്കൊന്ന് കവർ ചെയ്യാനും നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല. എന്തായാലും പോന്നപ്പോൾ ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ, താജ്മലബാർ കാണാൻ എന്തോ അടിപൊളിയാണ്. പക്ഷേ സമയം അധികം ഉണ്ടായിരുന്നില്ല. അവിടെ ഡോർഫിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും അവിടേക്ക് ഒന്ന് കണ്ട് എൻജോയ് ചെയ്തേനെ. ഡോപ്പില്ല, എനിക്ക് ഭയങ്കര ഞാൻ ഒറ്റക്കായി പോയ പോലെ ഒരു ഫീലായിരുന്നു. പിന്നെ എന്നെ നമ്മുടെ നിഗിയൊക്കെ ഇല്ലേ, കണ്ണൂരത്തെ നിഗി, ബ്ലോഗ്സ് ഫോർ യു, അവരുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് കഴിക്കണം നേരത്തെ അവര് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം കണ്ടിട്ട് വിഷമൊന്നുമില്ല. അവര് പറഞ്ഞ റിയലിസ് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് അവരെനിക്ക് കമ്പനി വന്ന് ഇത് സമ്മാനം കിട്ടിയത് യൂട്യൂബിന്റെ ഫസ്റ്റ് ടൈം നമ്മള് വന്നിട്ടോ അറ്റൻഡ് ചെയ്ത്. ഇതാടാ ഇതുണ്ടാ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ. ഇതിന്റെ ഉള്ളിലെ സ്ലൈം നമ്മൾ നിറച്ചിട്ട് ഇത് ഓപ്പൺ ആക്കി ഇവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് സ്ലൈം ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് ഓൾറെഡി ഉണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതങ്ങ് അടച്ചിട്ട് ഇത് ഞങ്ങൾ ഒട്ടിച്ച് ഇത് ഒട്ടിച്ചപ്പോൾ ഈ സ്ലൈം ഇവിടെ കൂടി ചാടി വന്നു. അങ്ങനെ ഉണ്ടാക്കി. എല്ലാരും പല തരത്തിൽ ഉണ്ടാക്കിട്ടാ. പിന്നെ ഇങ്ങനത്തെ ഫ്രെയിം എല്ലാവർക്കും എന്നിട്ട് എല്ലാരും അതിനകത്ത് ഫില്ല് ചെയ്യണം.
സ്ലൈം അല്ലേ? ആ, slime സ്ലൈം അവിടെ വെച്ചിട്ടുണ്ട്, പല കളർ സ്ലൈം. അപ്പൊ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ കുഞ്ഞിതായിട്ടിരിക്കണ എല്ലാവരും വലുത്. അപ്പൊ ആണുങ്ങൾ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ, ചേട്ടന്മാരൊന്നും അല്ല, നമ്മളെ അനിയന്മാരായാലും എല്ലാ വേറെ ക്രിയേറ്റേഴ്സ് ഒക്കെ അവരിങ്ങനെ പോയി എടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ക്രിയേറ്റർ ഉണ്ടായിരുന്നു, മലപ്പുറത്ത് നിന്നുള്ള ഒരു കൃഷിക്കാരൻ. ആള് അടിപൊളിയാട്ടോ. അപ്പം പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടെ അതിനകത്ത് നിറച്ചുപോയി. അപ്പൊ എവിടെയെങ്കിലും കളയണ്ടേ? അപ്പൊ ഞാൻ ഇതുമായിട്ട് നിക്കുന്നു, എനിക്ക് ഇട്ടിട്ട് തന്നു. അങ്ങനെ എനിക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നു. മിക്സ് ചെയ്യോ? നമ്മളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. അത് നന്നായി ഉണ്ടാക്കണവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിന് സമ്മാനം തരാൻ പറ്റിയ അത്രയും നല്ലതല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മാനം കിട്ടിയില്ല. ആർക്കും കിട്ടി, എനിക്ക് അവരെയൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഇപ്പോഴാണ് ഹാപ്പി ആയതേ. ശരിക്കും അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു വിഷമം. ഡിയർ ക്രിയേറ്റർ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ്. അയ്യോ നേരത്തെ പോകണ്ടായിരുന്നല്ലേ? സത്യം കേട്ടോ, കഴിഞ്ഞ വർഷം മിസ് ചെയ്തേ. ഇതെന്താന്ന് നോക്കട്ടെ കേട്ടോ, ഞാൻ ഒന്നും തുറന്നില്ലേ. എന്റെ ഈ വീഡിയോ എടുത്തിട്ട് അവിടെ വെച്ചുള്ള എന്റെ ഒരു എന്തെങ്കിലും വേണമല്ലോ, ഒന്നുമില്ല. നമ്മുടെ കേൽബ്രോ ഉണ്ടായിരുന്നു, ബിജു ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം? ലൈറ്റാണോ ഇത്? ലൈറ്റ് ആണോ? അതിലേക്ക് വെച്ചിട്ട് കണക്ഷൻ കൊടുത്തേക്ക് ലൈറ്റ്. ഇപ്പൊ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് വേറെ ആരുടെയും കയ്യിൽ ഇങ്ങനെ ഇത് കിട്ടിയേക്കുന്നതെന്നും വീഡിയോസിൽ ആരെങ്കിലും ഇട്ട് കാണും. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് വീട്ടിൽ പിക്കണം. നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ഇതെന്താണാവോ? അതിന്റെ സ്റ്റാൻഡ് ആണോ? അറിയത്തില്ല. എന്തായാലും ഒരു സാധനം കൂടി ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അവ സന്തോഷായില്ലേ? എനിക്ക് സന്തോഷായി. ഡോഫിക്ക് സന്തോഷായില്ല. എനിക്ക് ഫുഡ് കിട്ടിയില്ല. അടിപൊളി ഫുഡായിരുന്നു. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കൊറേ സാധനം. ഞാൻ കഴിച്ചത് എന്താണെന്നാവോ? ഫ്രൈഡ് റൈസ് പോലെ. ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ അല്ല, ഇനി വെജിറ്റബിൾ പുലാവോ എന്താണ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നല്ല ബ്രൗണി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം നല്ല പായസം ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് ഒരു മോട്ടിവേഷൻ അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ വേറെ ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റുക, അവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിൽ. താങ്ക് യു യൂട്യൂബ്, താങ്ക് യു. ബൈ.